Hello everyone, welcome to another video of e-Pharm learning app. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ഷോക്ക് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഷോക്ക്? ആക്ച്വലി പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കും അല്ലേ? എന്നാൽ ഫാർമക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ഷോക്ക് മാത്രമല്ല ഷോക്ക് എന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ്സ് ആൻ അബ്നോർമൽ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഈ ഒരു അബ്നോർമൽ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബോഡി എത്തുക? റിസൾട്ടിങ് ഫ്രം ദി റിഡക്ഷൻ ഓഫ് ടിഷ്യൂ പെർഫ്യൂഷൻ. ടിഷ്യൂ പെർഫ്യൂഷൻ മീൻസ് ഒരു പെർട്ടിക്കുലർ ടിഷ്യൂവിലേക്കുള്ള ബ്ലഡ് ഫ്ലോയാണ് നമ്മൾ പെർഫ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. അപ്പോൾ ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ കുറേ അധികം നേരം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ഫങ്ഷൻ എല്ലാം താറുമാറാകും. ഓക്കെ, അങ്ങനെ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ടും 6 ടൈപ്പ് ഷോക്കാണ് ഉള്ളത്. ഹൈപ്പോവൊളീമിക് ഷോക്ക്, cardiogenic shock, septic shock, obstructive shock, neurogenic shock and finally anaphylactic shock. നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം ഹൈപ്പോവൊളീമിക് ഷോക്ക്. ഹൈപ്പോവൊളീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് വോളിയം കുറയുന്ന അവസ്ഥയാണ്. അത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നതും. മെയിനായും ഇവിടെ സംഭവിക്കുന്നത് ഇൻട്രാവാസ്കുലാർ വോളിയം കുറയുന്നു. ഇൻട്രാവാസ്കുലാർ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിലെ ഫ്ലൂയിഡ് വോളിയം കുറയുന്നു. അപ്പോൾ അതിന് മെയിനായിട്ടും 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ഫ്ലൂയിഡ് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, ദാറ്റ് ഈസ് ഇൻഅഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഇനി അതല്ല എങ്കിൽ അടുത്ത ഒരു പോസിബിലിറ്റി എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെടുക. ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി, സിവിയർ ബ്ലീഡിങ് വന്നു, അങ്ങനെ നമ്മുടെ ഇൻട്രാവാസ്കുലാർ വോളിയം കുറയാം. ഇനി അടുത്ത പോസിബിലിറ്റി ബ്ലഡ് അല്ലെങ്കിൽ അതർ ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താ പറയുക, നഷ്ടപ്പെടുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വല്ലാതെ വൊമിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അതികഠിനമായ ലൂസ് മോഷൻ, ഡയറിയ വരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോസ് അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് മൂലം നമുക്ക് ടിഷ്യൂ പെർഫ്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, ടിഷ്യൂ പെർഫ്യൂഷൻ മീൻസ് ടിഷ്യൂവിലേക്കുള്ള ബ്ലഡ് സപ്ലൈ. ഓക്കെ, അപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന, നമ്മൾ ആദ്യമേ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു, ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുന്നത് മൂലമുണ്ടാവുന്ന ഒരു അബ്നോർമൽ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ആണ് ഷോക്ക് എന്ന് പറയുന്നത്. അതിലെ ഒരു സബ് കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈപ്പോവൊളീമിക് ഷോക്ക്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ടിഷ്യൂ പെർഫ്യൂഷൻ കുറഞ്ഞത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കോസസ് ഒന്നും കൂടി എടുത്തു കൊടുത്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്, അതിന് പറയുന്ന പേരെന്താണ്? ഹെമറേജ്. ദെൻ ബേൺസ്, പൊള്ളലേൽക്കുക. പൊള്ളലേൽക്കുമ്പോഴും നമുക്ക് ഫ്ലൂയിഡ് ലോസ് വരാം. ദെൻ എക്സസീവ് വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ. ഇനി ഹൈപ്പോവൊളീമിക് ഷോക്കിനെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. എക്സാമ്പിളാണ് ഹെമറേജിക് ഹൈപ്പോവൊളീമിക് ഷോക്ക്, അതായത് ബ്ലീഡിങ് മൂലം ഉണ്ടാവുന്ന ഹൈപ്പോവൊളീമിക് ഷോക്ക്. ഇനി ബ്ലീഡിങ് അല്ലാത്തത് മൂലം വരുന്ന ഹൈപ്പോവൊളീമിക് ഷോക്ക്, ദാറ്റ് ഈസ് നോൺ ഹെമറേജിക് ഹൈപ്പോവൊളീമിക് ഷോക്ക്. അതിന് എക്സാമ്പിളാണ് ഡയറിയ, വൊമിറ്റിംഗ്, പോളിയൂറിയ. പോളിയൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ബേൺസ്, ഇതെല്ലാം നോൺ ഹെമറാജിക് ഹൈപ്പോവൊളീമിക് ഷോക്കിന് എക്സാമ്പിളാണ്. ഹൈപ്പോവൊളീമിക് ഷോക്കിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി കൊടുത്തിരിക്കുകയാണ്. ബേസിക്കലി സംഭവിക്കുന്നത് ഇൻട്രാവാസ്കുലാർ വോളിയം കുറയുന്നു. സോ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, ദാറ്റ് ഈസ് പെർഫ്യൂഷൻ കുറയുന്നു. പെർഫ്യൂഷൻ കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പോ പെർഫ്യൂഷൻ. ഈ ഒരു അവസ്ഥ ഹൈപ്പോവൊളീമിക് ഷോക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോസ് വരിക.
ഇനി അതല്ല എങ്കിൽ നമ്മൾ ഇനാഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്, അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയൊക്കെ ഇരിക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. ഓൾട്ടേർഡ് കോൺഷ്യസ് സ്റ്റേറ്റ്, അതായത് ആളുടെ ബോധാവസ്ഥ അഫക്റ്റഡ് ആവാം. ദെൻ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ കൂൾ ആൻഡ് മോയിസ്റ്റ് സ്കിന്നാണ്. ദെൻ കളറോ പെയിൽ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറായിരിക്കും. ബ്രീത്തിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് റാപ്പിഡ് ബ്രീത്തിങ്. ദെൻ നോസിയ ആൻഡ് വോമിറ്റിംഗ് ഒക്കെ വരാം. ഇനി പൾസ് നോക്കിക്കഴിഞ്ഞാൽ റാപ്പിഡ് ആൻഡ് വീക്ക് പൾസ് ആയിരിക്കും. നല്ല ദാഹമുണ്ടാവും, ദാറ്റ് ഈസ് എക്സസീവ് തേഴ്സ്റ്റ് കാണിക്കാം. ദെൻ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഒക്കെ പേഷ്യൻ്റ് കാണിച്ചെന്ന് വരാം. ഇനി എങ്ങനെ നമുക്ക് ഈ ഹൈപ്പോവൊളീമിക് ഷോക്ക് ട്രീറ്റ് ചെയ്യാം? റെസസിറ്റേഷൻ. ദെൻ ആളുടെ ബ്ലീഡിങ് മൂലമാണ് ഈ ഹൈപ്പോവൊളീമിക് ഷോക്ക് വന്നത് എങ്കിൽ ആ ബ്ലീഡിങ്ങിനെ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം റെസ്റ്റ് എടുക്കുക, പ്രഷർ പാക്കിങ്, പ്രഷർ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്, നമ്മൾ പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ വരുന്ന ക്രിസ്റ്റലോയിഡ്സ് ആണ് നമ്മൾ ഈ ഹൈപ്പോവൊളീമിക് ഷോക്കിൻ്റെ ഒരു ഇനീഷ്യൽ റെസസിറ്റേഷനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാം. ഇനി അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ സെവറൽ ലിറ്റേഴ്സ് ഓഫ് ക്രിസ്റ്റലോയിഡ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് കൊളോയിഡ്സ് കൊടുക്കാം. ഇനി ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ആളെ ഒന്ന് കാം ചെയ്യാൻ സെഡേറ്റീവ്സ് കൊടുക്കാം. ഇനി ക്രോണോട്രോപ്പിക് ആൻഡ് ഈനോട്രോപ്പിക് ഏജൻറ്റ്സ്, അതായത് ഹാർട്ടിൻ്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ അതേപോലെ ഹാർട്ട് റേറ്റ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ക്രോണോട്രോപ്പിക് ആൻഡ് ഈനോട്രോപ്പിക് ഏജൻറ്റ്സിനെ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഈസ് കാർഡിയോജെനിക് ഷോക്ക്. ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ ബ്ലഡ് വോളിയം എല്ലാം നോർമൽ ആയിരിക്കും. പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ ഹാർട്ടിന് പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. സോ അന്നേരം എന്താ സംഭവിക്കുന്നത്? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ ടിഷ്യൂസിലേക്കും അല്ലെങ്കിൽ ഓർഗൻസിലേക്കും ബ്ലഡ് എത്തുമോ? ഇല്ല. അപ്പോൾ അവിടെയും ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുന്നു. സോ അങ്ങനെ ഉണ്ടാവുന്ന ഷോക്കാണ് കാർഡിയോജെനിക് ഷോക്ക്. ഹാർട്ടിൻ്റെ പ്രശ്നം മൂലമാണ്, ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാത്തത് മൂലം വരുന്ന ഷോക്കാണ് കാർഡിയോജെനിക് ഷോക്ക്. കാരണങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ, അതായത് സിസ്റ്റോളിനുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റി, ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ അരിത്മിയാസ്, ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ റിത്തം അബ്നോർമൽ ആവുക. ഇനി സ്ട്രക്ചറൽ പ്രോബ്ലംസ്, ഹാർട്ടിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ? ഇനി എന്തൊക്കെയാണ് ഇവരുടെ സിംറ്റംസ് എന്ന് നോക്കാം. ടർക്കി കാർഡിയ മീൻസ് അബ്നോർമൽ ആയിട്ട് ഹാർട്ട് റേറ്റ് കൂടുന്ന അവസ്ഥയാണ്. ദെൻ ആങ്സൈറ്റി, ഡെലിറിയം മീൻസ് ആളൊരു മെൻ്റലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള, സ്ഥലകാല ബോധമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഡെലിറിയം. ഇനി പ്രീലോഡ് കൂടുക. പ്രീലോഡെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെൻട്രിക്കിൾസ് ഡയസ്റ്റോൾ സ്റ്റേജിലിരിക്കുമ്പോൾ, അതായത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വെൻട്രിക്കിൾസിലുള്ള വോളിയം ഓഫ് ബ്ലഡിനെയാണ് പ്രീലോഡ് എന്ന് പറയുന്നത്. അതേസമയം ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാലോ, ഇപ്പം ഈ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഓവർകം ചെയ്യേണ്ടി വരുന്ന ആ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ ആഫ്റ്റർ ലോഡ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കാർഡിയോജെനിക് ഷോക്കിൽ പ്രീലോഡ് കൂടുതലായിരിക്കും. പൾമണറി കൺജഷൻ അനുഭവപ്പെടാം, കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു പോകാം, സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു ഡസ്കി ഷെയ്ഡിലേക്ക് മാറാം, BP കുറയാം, പൾസ് പ്രഷർ നാരോ ആവാം. പൾസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പൾസ് പ്രഷർ എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ഒലിഗ്യൂറിയ, അതായത് യൂറിൻ ഔട്ട്പുട്ട് കുറയുന്ന അവസ്ഥയാണ്. ദെൻ ഡിസ്പ്നിയ മീൻസ് ഡിഫിക്കൾട്ട് ബ്രീത്തിങ്, അതായത് നമുക്ക് ശ്വസിക്കാൻ, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇനി എങ്ങനെയാണ് കാർഡിയോജെനിക് ഷോക്കിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ
ആസ്പിരിൻ, ബീറ്റ ബ്ലോക്കേഴ്സ്, മോർഫിൻ, ഹെപ്പാരിൻ പോലുള്ള ഡ്രഗ്സുകൾ കൊടുക്കാം. പേഷ്യൻറ്റിന് പൾമണറി എഡീമ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് IV ഫ്ലൂയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഹാർട്ട് റേറ്റ് ആൻഡ് കാർഡിയാക് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഡോപ്പമിനെ സജസ്റ്റ് ചെയ്യാം. ദെൻ ത്രോംബോലൈറ്റിക്സ്, അതായത് ബ്ലഡ് ക്ലോട്ട് അങ്ങനെ എന്തെങ്കിലും മൂലമാണ് ഈ പറയുന്ന പ്രശ്നം വന്നത് എന്നുണ്ടെങ്കിൽ ത്രോംബോലൈറ്റിക്സ് അതിന് നമ്മൾ പ്രിഫർ ചെയ്യുക സ്ട്രെപ്റ്റോകൈനേഴ്സ് എന്ന ഡ്രഗാണ്. ഇനി അടുത്ത ഷോക്ക് നോക്കാം, സെപ്റ്റിക് ഷോക്ക്. ഇത് ആക്ച്വലി ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വാസോ ഡൈലേറ്ററി ഷോക്ക് എന്നും പറയും. അതായത് ബ്ലഡ് വെസൽസ് എക്സസീവായിട്ട് ഡൈലേറ്റ് ആവുക. വാസോ ഡൈലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BP കുറയും. BP കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിലേക്കുള്ള ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഷോക്ക് വന്നല്ലോ. സോ അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്ന് പറയുന്നത്. ഇവിടെ സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിന് എക്സാമ്പിളാണ്. ഇവിടെ ഷോക്ക് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെപ്സിസ് ആണ്. അപ്പോൾ എന്താണ് ഈ സെപ്സിസ്? സെപ്സിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് വെക്കാം. ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ ആക്ട് ചെയ്യും. പക്ഷേ ഇവിടെ സെപ്സിസിൽ സംഭവിക്കുന്നത് ഇറ്റ്സ് ആൻ അബ്നോർമൽ ബോഡി വൈഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ടു ആൻ ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി ശരിയാണ്, പക്ഷേ അതിനോട് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന രീതിയിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന പേരാണ് സെപ്സിസ്. ഓക്കെ, സോ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആളുടെ മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുള്ള വളരെ പൊട്ടൻഷ്യലി എന്താ പറയുക ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സെപ്സിസ്.